നമസ്കാരം, ബൈജു ആണ്. നമ്മളിൽ പലരും വണ്ടി വാങ്ങി കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് മോഡിഫിക്കേഷനൊക്കെ ചെയ്യാറുണ്ടല്ലോ. എന്നാൽ ഇനി മുതൽ വണ്ടി വാങ്ങി മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇനി കിട്ടാൻ പോകുന്നത് 8ന്റെ പണിയാണ്. 8ന്റെ എന്ന് പറഞ്ഞ പോലെ 16ന്റെ പണി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ സുപ്രധാന നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വണ്ടി വാങ്ങിയാൽ പിന്നെ അതൊന്നും മാറ്റിപ്പണിയാതെ സമാധാനമില്ലാത്ത അവസ്ഥയാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ളത്. ശരിയല്ലേ? അതായത് വലിയ ടയർ, കിടിലൻ ലൈറ്റ്, തീ തുപ്പുന്ന എക്സോസ്റ്റ്, പലതരത്തിലുള്ള LED ലൈറ്റ്, അങ്ങനെ പലതും നമ്മൾ വണ്ടിയിൽ കുത്തിക്കയറ്റി വെക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇനി ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടി വരും. കാരണം കേരള ഹൈക്കോടതി വാഹനങ്ങളുടെ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വണ്ടിയിൽ നിയമവിരുദ്ധമായി ഓരോ മാറ്റവും വരുത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ നിയമലംഘനത്തിനും 5000 രൂപ വീതമാണ് പിഴ ഈടാക്കണം എന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 6 നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ പോലും 5000 രൂപ മാത്രം കൊടുത്ത് രക്ഷപ്പെടാമെന്നുള്ള പഴയ ചിന്താഗതിയൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. 6 നിയമലംഘനം ഉണ്ടെങ്കിൽ 6 പ്രത്യേകം നമ്മൾ പിഴ കൊടുക്കേണ്ടി വരും. ഇതിന് കാരണമായി പറയുന്നത് ഈ കഴിഞ്ഞ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ഒരു മഹീന്ദ്ര താർ ജീപ്പ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അതായത് ആ താർ ജീപ്പിൽ അനധികൃതമായി 6 തരത്തിലുള്ള മാറ്റങ്ങൾ നടത്തിയിരുന്നതായി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പക്ഷേ അതിലെ 6 അനധികൃത ലൈറ്റുകൾക്ക് ആകെ 5000 രൂപ മാത്രമാണ് പിഴ ചുമത്തിയിരുന്നത്. അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ കോടതി വണ്ടിയുടെ ചിത്രങ്ങൾ മൊത്തത്തിൽ പരിശോധിക്കുകയും ചെയ്തു. ഇവിടെ കോടതി പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. നിയമലംഘനം ഒന്നിലധികം ഉണ്ടെങ്കിൽ പോലും ഓരോന്നിനും പ്രത്യേകം പിഴ ഈടാക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ വണ്ടിക്ക് പിഴ ചുമത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ആദ്യം നടപടിയെടുത്തതും പിന്നീട് അവരെ സ്ഥലം മാറ്റിയതുമായ കാര്യം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രളയ രക്ഷാപ്രവർത്തനത്തിന് വന്ന വണ്ടിയാണെന്ന് പറഞ്ഞ് നിയമലംഘനം കണ്ടില്ലെന്ന് നടിക്കേണ്ടതില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. അതുകൊണ്ട് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് ഭാവിയിൽ പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. വണ്ടി ഭംഗിയാക്കാൻ പോയിട്ട് കീശ കാലിയാവുന്ന അവസ്ഥ വരരുത്. നിയമം അനുവദിക്കുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷനുകൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്തിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു അപ്ഡേഷനാണിത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.